നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 പ്രാക്ടിക്കൽ ഫിസിക്സിൻ്റെ പ്രാക്ടിക്കലിന് ഈ രണ്ട് കാര്യങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. മാക്സിമം കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. കാരണം പ്രാക്ടിക്കൽ എക്സാം ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടുന്ന വീഡിയോ തന്നെ ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, പല കുട്ടികളും നന്നായിട്ട് പ്രാക്ടിക്കൽ ചെയ്യും. ഫിസിക്സിൻ്റെ രണ്ട് എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാനുള്ളത്. രണ്ടെണ്ണം നല്ല ഗംഭീരമായിട്ട് ചെയ്യും. ലാസ്റ്റ് ഉത്തരവ് എഴുതി വെക്കും. ഉദാഹരണം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 കൃത്യമായിരിക്കും. പക്ഷേ യൂണിറ്റ് എഴുതാൻ മറന്നുപോകും. അവിടെ മാർക്ക് നിങ്ങളുടെ നഷ്ടപ്പെടും. അന്നേരം യൂണിറ്റ് എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ യൂണിറ്റ് എഴുതുന്നത് SI യൂണിറ്റിലായിരിക്കണം. ഇപ്പം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് വരെ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് എഴുതിയാൽ തെറ്റാണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് എഴുതണം. അതായത് യൂണിറ്റ് എഴുതുകയും വേണം, അത് SI യൂണിറ്റിൽ എഴുതാനും വേണം. സെൻറ്റിമീറ്ററിലൊന്നും എഴുതുകയരുത്, അതല്ല മീറ്റർ ആയിരിക്കണം. ഏതായാലും യൂണിറ്റ് മീറ്ററിൽ എഴുതിയിരിക്കണം, SI യൂണിറ്റിൽ എഴുതിയിരിക്കണം. ഇത് മറക്കരുത്. ഇതാണ് ഒന്ന്. രണ്ട്, അതിനേക്കാട്ടിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, രണ്ട് എക്സ്പെരിമെൻ്റ് ഒക്കെ ഇതുപോലെ നന്നായിട്ട് ചെയ്തു. പലപ്പോഴും കുട്ടികൾ നമുക്ക് തിരിച്ചു വന്നിട്ട് പറയും, ഫോൺ ചെയ്തിട്ട് പറയും, സാറേ മറന്നുപോയി, റിസൾട്ട് എഴുതാൻ മറന്നുപോയി. ഒരിക്കലും മറക്കരുത്. രണ്ട് എക്സ്പെരിമെൻ്റ് ഉണ്ടെങ്കിൽ എത്ര റിസൾട്ട് ഉണ്ട്? 2 റിസൾട്ട് ഉണ്ട്. ഈ 2 റിസൾട്ട് എഴുതുമ്പം നമുക്കതിന് മാർഗമുള്ളതാണ് റിസൾട്ടിന്. ആ 2 റിസൾട്ടാണ്. കാരണം അത്രയും നിങ്ങൾ ചെയ്തതിൻ്റെ റിസൾട്ടാണ് അതിൻ്റെ ഫൈനൽ. അന്നേരം രണ്ടിൻ്റെയും റിസൾട്ട് എഴുതിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ നിങ്ങളിതെല്ലാം ഉറപ്പ് വരുത്തി യൂണിറ്റും എഴുതി റിസൾട്ട് എഴുതിയെന്ന് 2 റിസൾട്ട് എഴുതിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ നിങ്ങൾ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകാവുള്ളൂ. ഈ 2 കാര്യങ്ങൾ മറക്കരുത് ഒരിക്കലും, പ്രാക്ടിക്കൽ തീരുന്നവരെ. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.